നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്ത് 2 വയസ്സുകാരുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത. കോട്ടുകാൽക്കോണം സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ 2.5 വയസ്സുകാരി ദേവേന്ദുവാണ് മരിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെയാണ് കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീട് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് എം വിൻസെന്റ് MLA പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മയുടെ സഹോദരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അമ്മയുടെ സഹോദരൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. പുലർച്ചെ 5:30യോടെയാണ് പോലീസ് വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങിയിരുന്നു. ബന്ധുക്കളെ മുൻനിർത്തിയാണ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. പുറത്തുനിന്ന് ആരുടെയും ഇടപെടലില്ല. ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഈ വീട്ടിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാനില്ല എന്ന വാർത്ത വന്നതോടെ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ മണ്ണെണ്ണയുടെ മണം അവിടെ ഉണ്ടായിരുന്നുവെന്നും വെള്ളം ഉപയോഗിച്ച് തീ അണച്ചിരുന്നുവെന്നുമാണ് വിവരം. സംഭവത്തിൽ വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയെന്നാണ് പോലീസ് പറയുന്നത്. 2 ദിവസം മുൻപ് ഇതേ വീട്ടുകാർ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ അന്നും സമാനമായ നിലയിൽ പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. കുഞ്ഞിന്റേത് കൊലപാതകമെന്ന് ഉറപ്പിച്ച പോലീസ് 4 പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ മാതാപിതാക്കളെയും അമ്മയുടെ അമ്മയെയും സഹോദരനെയുമാണ് ചോദ്യം ചെയ്യുന്നത്. ശ്രീതുവിന്റെ അച്ഛൻ 16 ദിവസം മുൻപാണ് മരിച്ചത്. ഇതിനുശേഷമാണ് വീട്ടുകാർ 30 ലക്ഷം രൂപ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ശ്രീതുവും ശ്രീജിത്തും ശ്രീതുവിന്റെ സഹോദരനും അടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് വിവരം. കുഞ്ഞ് തന്റെ കൂടെയാണ് കിടന്നതെന്നാണ് ശ്രീതുവിന്റെ മൊഴി. പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അച്ഛന്റെ കൂടെ കിടത്തിയതിനു ശേഷം താൻ എഴുന്നേറ്റ് പോയെന്നും തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ലെന്നുമാണ് അമ്മയുടെ മൊഴിയിൽ പറയുന്നത്. എന്നാൽ കുഞ്ഞ് തന്റെ കൂടെയല്ല കിടന്നതെന്നാണ് അച്ഛന്റെ മൊഴി. അമ്മാവന്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നതെന്നും അച്ഛന്റെ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യം അമ്മാവൻ നിഷേധിച്ചു. തീപിടുത്തത്തിൽ കട്ടിൽ കത്തിയപ്പോഴാണ് എഴുന്നേറ്റതെന്നും എങ്ങനെ കത്തിയെന്ന് അറിയില്ലെന്നുമാണ് അമ്മാവന്റെ മൊഴി. കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പമാണ് കിടന്നതെന്ന് മുത്തശ്ശിയും പറയുന്നു. ബാലരാമപുരത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് സംഭവം നടക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കുടുംബമാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇവർ ഞരമ്പ് മുറിക്കുകയും കിണറ്റിൽ ചാടുകയും ചെയ്തുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ശ്രീതുവും ശ്രീജിത്തും അകന്നു കഴിയുകയായിരുന്നുവെന്നും ശ്രീതുവിന്റെ അച്ഛന്റെ മരണത്തെ തുടർന്നാണ് ശ്രീജിത്ത് ഈ വീട്ടിലേക്ക് വന്നതെന്നുമാണ് വിവരം. ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പുലർച്ചെ ഇവരുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായിരുന്നു. ശ്രീതുവിന്റെ സഹോദരന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായത്. തന്റെ സഹോദരന്റെ മുറിയിലാണ് കുഞ്ഞുണ്ടായിരുന്നതെന്നും പുലർച്ചെ 5:30യോടെ താൻ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്നും ശ്രീതു പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. കൂടാതെ വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ കാണാതാവുമ്പോൾ ആരുടെ കൂടെയായിരുന്നു, എത്ര മണിക്കാണ് കാണാതായത് തുടങ്ങിയ വിവരങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.